കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. EP ജയരാജനെ പുറത്താക്കാൻ CPM-ൽ നീക്കം നടക്കുന്നതായി PV അൻവർ MLA. ആത്മകഥാ വിഷയത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടും DC ബുക്സ് മിണ്ടാത്തത് പേടിച്ചിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നത് ആരാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് സ്റ്റോറി ഉണ്ടാക്കിയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോ സലീനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം. പാലക്കാട് BJP ജയിക്കുക എന്നത് ഇവരുടെ മുൻധാരണയുടെ ഭാഗമാണ്. ഈ പറയുന്ന തൃശ്ശൂരിനെ പോലെ തന്നെ പാലക്കാട് BJP ജയിപ്പിച്ചു കൊടുക്കാമെന്ന കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ്. അപ്പൊ സലീനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി 10 വോട്ട് കിട്ടുന്നത് തടയാൻ അതിലേക്ക് ഒരു വഴി തുറക്കുകയാണ്. EP-യുടെ ജീവചരിത്രം, EP-യെ പുറത്താക്കണം. EP-ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പൊ വളരെ പെട്ടെന്ന് EP-യിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം EP എഴുതിക്കൊണ്ടിരിക്കുന്നു. സലീൻ വലിഞ്ഞു കയറി വന്നവരാണ്. അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു വഴിക്ക് 2 പക്ഷിയാണ്. ഒന്ന്, സലീന്റെ അനുകൂലമായി വരുന്ന CPM വോട്ടുകൾ തടയാം. രണ്ടാമത് EP ജയരാജനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത്. EP-യുടെ സ്റ്റോറി ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. എന്തുകൊണ്ടാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടും DC ബുക്സ് മിണ്ടാത്തത്? ഓർഗനൈസ്ഡ് ക്രൈമാണ് EP-യുടെ പുസ്തക വിവാദം. P ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് ഇതിന് പിന്നിൽ. എല്ലാം മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പേടിച്ചിട്ടാണ് DC ബുക്സ് വാ തുറക്കാത്തത്. P ശശി DC ബുക്സിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ ശേഷിയുള്ള മന്ത്രിമാർ ആരും സഭയിലില്ല. EP ജയരാജൻ വിവാദവുമായി ബന്ധപ്പെട്ട തന്റെ പക്കൽ ചില തെളിവുകളുണ്ട്. ചില ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെയുണ്ട്. അതൊക്കെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കര തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നെ കുറിച്ച് വരുന്നുണ്ട്. എന്നെ കുറിച്ച് വരുന്നതിനാണ് ഞാൻ വർഗീയവാദിയാണ് എന്ന തരത്തിൽ EP പറഞ്ഞിട്ടുള്ളതാണ്. ചേലക്കരയിൽ വലിയ വിഭാഗം CPM ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ്. നിങ്ങളിപ്പോ ഞങ്ങൾ 2000 വോട്ട് പിടിക്കും, 3000 വോട്ട് പിടിക്കുന്ന ധാരണയിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇപ്പൊ 5000 എത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തടയിടണം. അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് DMK-ക്ക് വരുന്ന വോട്ട് കൂടി തടയിടണം. ആ 2 ആംഗിളാണെന്ന് ഈ വിഷയത്തിൽ P ശശി അത് ഓർഗനൈസ് ചെയ്തത്. അത് ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഈ പറയുന്ന EP-യുടെ വിഷയം ഓർഗനൈസ്ഡ് ക്രൈമാണ്. അതൊരാളില്ലാതെ ആകാശത്ത് പൊട്ടി വീഴുന്നത്. EP അങ്ങനെ പറഞ്ഞിട്ടില്ല. EP കരാർ കൊടുത്തിട്ടില്ല എന്ന് DC ബുക്സിൽ പറയുന്നു. പിന്നെ ആര് കൊടുത്തു? എങ്ങനെ അത് വന്നു? അന്വേഷണ വിധേയമാക്കണ്ടേ? പരിപൂർണമായിട്ടും പൊളിറ്റിക്കൽ തന്നെയല്ലേ? അല്ലാതെ വേറെ ആരുന്ന്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലാതെ ആരാ ഇവിടെ BJP ജയിപ്പിക്കാൻ വേണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നുണ്ടോ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയല്ലേ ഈ വിഷയങ്ങൾ നടത്തുന്നത്. EP-യുടെ സാന്നിധ്യം പാർട്ടിയിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഭാവി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്ലാൻ ചെയ്യുന്ന ആരെയാണ്? ഈ പറയുന്ന മരുമകനെയാണ്, റിയാസിനാണ്. അപ്പൊ മനുഷ്യരുമായി ബന്ധമുള്ള സംസ്ഥാന ലീഡർഷിപ്പിലെ ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. അവിടെ സലീന്റെ വോട്ട് കുറയ്ക്കുകയും ചേലക്കരയില് ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ വർഗീയത പറഞ്ഞ് കുറയ്ക്കുകയും അതിനോടൊപ്പം ഈ പറയുന്ന EP-യെ വെട്ടുകയും ചെയ്യുക. ഈസ്റ്റ് ലൈഫ്, മഞ്ചേരി.